ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വ്യാഴത്തിന് ഗുരു എന്നാണ് ജ്യോതിഷത്തിൽ പറയാറ്. നമ്മുടെ ആഴ്ചകളിൽ വ്യാഴം തന്നെയാണ് പറയുന്നത്. ആഴ്ചകളായ 7 ആഴ്ചകളും സപ്തഗ്രഹങ്ങളായിട്ട് ജ്യോതിഷത്തിൽ കൈകാര്യം. ഞായറിന് രവി എന്നും, തിങ്കളിന് ചന്ദ്രനെന്നോ, ചൊവ്വക്ക് കുജനെന്നും, ബുധന് ബുധൻ തന്നെ എന്നും, ഗുരുവിന് വ്യാഴമെന്നും, ശുക്രന് വെള്ളിയെന്നും, ശനിക്ക് ശനിയായിട്ടുമാണ് 7 ഗ്രഹങ്ങളെ ജ്യോതിഷത്തിൽ കൈകാര്യം ചെയ്യുന്നത്. അതുകൂടാതെ 2 ഗ്രഹങ്ങളുണ്ട്, രാഹുകേതുക്കൾ. അത് രണ്ടും ഛായാഗ്രഹങ്ങളാണ് എന്ന് പറയപ്പെടും. എന്നാൽ സൂര്യൻ നിൽക്കുന്നിടത്ത് നിന്നും 10ാമത്തെ രാശിയിലായിരിക്കും രാഹു നിൽക്കുക. രാഹു നിൽക്കുന്നതിൽ നിന്നും 7ാമത്തെ രാശിയിലാണ് കേതു നിൽക്കുക സാധാരണയായിട്ട്. ഗുരുവിന് വ്യാഴത്തിന് സർവേശ്വരത്വ കാരകത്വം കൽപ്പിച്ചിട്ടുണ്ട്. ഒരു രാശി ജാതകം നോക്കിയാൽ ഗുരു ഇഷ്ടസ്ഥാനത്താണെങ്കിൽ മറ്റു ഗ്രഹങ്ങൾ അനിഷ്ടസ്ഥാനത്ത് നിന്നാലുള്ള ദോഷങ്ങൾ ആ ഗുരു പരിഹരിക്കും എന്ന് പറയപ്പെടുന്നു. സർവേശ്വരാണാം ദക്ഷിണേതി നിത്യം സാന്നിധ്യമസ്മാ ദക്ഷിണാനുകൂല്യം പ്രായോനുകൂല സകലസ്ഥലവ പ്രാതികൂലേസ ദിനാനുകൂല്യം എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ വ്യാഴത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്. വ്യാഴത്തെ ദേവഗുരു എന്നുകൂടി പറയുന്നു. ശുക്രനെ അസുരഗുരുവായിട്ടും ജ്യോതിഷത്തിൽ കണക്കാക്കുന്നു. ഒന്നൊഴിയാതെ സൗഭാഗ്യം നരന്മാർക്ക് വന്നുകൂടുന്നു ഗുരു കടാക്ഷത്തിനാണ്. ഗുരുവിന്റെ കടാക്ഷം കൊണ്ട് എല്ലാ കാര്യങ്ങളും മനുഷ്യർക്ക് നേടാൻ കഴിയുന്നു എന്നതാണ് വേറൊരു പ്രത്യേകത. അപ്പോൾ വ്യാഴത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മറ്റു ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ പരിഹരിക്കാൻ സാധിക്കും എന്ന് പറയപ്പെടുന്നു. ഗുരുവിന്റെ ക്ഷേത്രങ്ങൾ ധനു, മീനൻ രാശികളാണ്. എന്നാൽ മീനൻ രാശി വ്യാഴത്തിന്റെ ക്ഷേത്രമാണെങ്കിലും ശുക്രന്റെ രാശികളായ എടവം, തുലാവം ശുക്രന്റെ രാശികളാണ്. മീനൻ രാശിയിൽ ചെല്ലുമ്പോൾ ഉന്നത പദവി ശുക്രന് കിട്ടും വ്യാഴത്തിന്റെ ക്ഷേത്രം. അതേ വ്യാഴം ശുക്രന്റെ രാശികളിൽ ചെല്ലുമ്പോൾ അവിടെ ശത്രുരാശിയായിട്ട് നിൽക്കും. അപ്പോൾ സജ്ജനങ്ങളുടെ ഭവനത്തിൽ ചെല്ലുമ്പോൾ സജ്ജനങ്ങൾ വേണ്ടവിധം ആദരിക്കുന്നെന്നും മറ്റുള്ളവർ അദ്ദേഹത്തിനെ വേണ്ടവിധം ആദരിക്കുന്നില്ല എന്നതും ഗുരുദേവത്തിൽ കാണിക്കപ്പെടുന്നുണ്ട്. ശുക്രന്റെ ക്ഷേത്രത്തിൽ വ്യാഴത്തിന് സ്ഥാനം കൊടുക്കുന്നില്ല. എന്നാൽ വ്യാഴത്തിന്റെ ക്ഷേത്രത്തിൽ ശുക്രൻ പരമോന്നതമായ പദവിയും കൊടുക്കും. രാശിയിലും വ്യാഴം നിന്നാലുള്ളതായ ഫലങ്ങളെ കുറിച്ച് പറയാം. ഗുണാധിക്യം, നായകത്വം, യഥേഷ്ടം, ധനവും സുഖം. കുജക്ഷേത്രത്തിൽ ആചാര്യൻ നിന്നാൽ സന്താന ഭാഗ്യവും. കുജക്ഷേത്രമായ മേടം, വൃശ്ചികൻ രാശിയിൽ വ്യാഴം നിന്നാലുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ്. ഗുണാധിക്യം, നായകത്വം, യഥേഷ്ടം, ധനവും സുഖം. കുജക്ഷേത്രത്തിൽ ആചാര്യൻ നിന്നാൽ സന്താന ഭാഗ്യവും. ആരോഗി, ധനി, തേജസ്വി, ബന്ധുപുത്ര കളത്രവൻ. ഏവർക്കും പ്രിയമേകുന്നവൻ ഗുരു ശുക്രഗ്രഹത്തിൽ. എടവം, തുലാവം രാശിയിൽ വ്യാഴം നിന്നാലുള്ള ഫലങ്ങൾ. ഇനി മിഥുനം, കന്നി രാശിയിൽ വ്യാഴം നിന്നാലുള്ള ഫലം. സുഖിയും വീട്ടുസാമഗ്രി നേടുകയും സ്ഥാനമാനവും. ബുധക്ഷേത്രങ്ങളിൽ വ്യാഴം ബന്ധുമിത്ര സമേതൻ. ഇനി കർക്കിടകം, കുംഭം രാശികളിൽ വ്യാഴം നിന്നാകും. യഥേഷ്ടം, ധനധാന്യങ്ങൾ, ബുദ്ധി, വിദ്യാ, കളത്രവും. സുഖവും കീർത്തിയും വീടും കുളിയരെ കുംഭരാശിയിൽ. ചിങ്ങൻ രാശിയിൽ വ്യാഴം നിന്നാൽ കുലമുഖ്യൻ, സമൂഹത്തിൽ നായകത്വം എന്നവൻ. ഭാഗ്യവാൻ, സുഖസമ്പത്ത് നേരിടും സിംഹവ്യാഴവും. ധനുമീനം സ്വക്ഷേത്രങ്ങളിൽ നിന്നാൽ ദേശനാഥൻ, പ്രഭു, ശ്രീമാൻ, ധനവാൻ, വിജയീ സദാ. ധനുമീനങ്ങളിൽ നിൽക്കും ഗുരു സന്തോഷവും തരും. ഇനി മകരൻ രാശി. മകരം വ്യാഴത്തിന് നീചൻ രാശിയാണ്. ദേഹസൗഖ്യം, ധനൈശ്വര്യം ഇവയെല്ലാം കുറഞ്ഞവൻ.
സഞ്ചാരശീലൻ നീചത്തിൽ ഗുരുവുള്ളവനായി വരും. ഇങ്ങനെയാണ് ഓരോ രാശികളിലും വ്യാഴം നിന്നാലുള്ള ഫലങ്ങൾ.